കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നിബന്ധന പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച എന്ന അന്വേഷണ റിപ്പോർട്ട്. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആനകൾക്ക് വെറ്ററിനറി ഡോക്ടർമാരുടെ പരിശോധന കാര്യക്ഷമമാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തിയാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആനകളുടെ രക്തസാമ്പിൾ പരിശോധിച്ചതിൽ അക്രമകാരിയായ ആന മതപ്പാടിലായിരുന്നതായി കണ്ടെത്തി. ഈ ആനയെ എഴുന്നള്ളിച്ചത് നിബന്ധനകൾ പാലിക്കുന്നതിലുണ്ടായ ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. എഴുന്നള്ളിക്കുന്ന ആനകൾക്ക് വെറ്റിനറി ഡോക്ടറുടെ പരിശോധന കാര്യക്ഷമമാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. വിഷയത്തിൽ മന്ത്രി ചിഞ്ചുറാണിയുമായി സംസാരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാഥമിക പരിശോധനാ കാലത്ത് തന്നെ നിബന്ധനകൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് ആ സംശയങ്ങളെ ശരിവെക്കുകയാണ് സംശയങ്ങളെ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നിലക്കുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ മതപ്പാടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രത്യേകതരം എന്താ പറയുക, എന്തൊരു പേരുണ്ട് അതിൻ്റെ അളവ് നോർമലായി വരുന്നത് മാക്സിമം 5 പോയിൻ്റാണ്. ഇത് അതിലും കൂടുതലുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ മതപ്പാടുണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആനയെ എഴുന്നള്ളിക്കാൻ പറ്റുമോ ഇല്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. പോലീസ് അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആന എഴുന്നള്ളിപ്പിൽ കോഴിക്കോട് ചേർന്ന ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. ഹൈക്കോടതിയും കർശന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ക്ഷേത്രാചാരവും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പ് ആവശ്യമെന്നുള്ളതുകൊണ്ട് ബാലൻസിംഗ് നിലയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും വനം മന്ത്രി അറിയിച്ചു. അതാത് സ്ഥലത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് അധികാരം നൽകിയതായും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.